എല്ലാവർക്കും സ്വാഗതം. ചലച്ചിത്ര പഠനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫ്രഞ്ച് ന്യൂ വേവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. 1950കളുടെ അവസാനത്തിൽ ഫ്രാൻസിലെ ഒരു ആർട്ട് ഫിലിം മൂവ്മെൻറ്റിനെയാണ് പൊതുവെ ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് അറിയപ്പെടുന്നത്. സിനിമയെ കലാപരമായ ആവിഷ്കാരത്തിനുള്ള ഒരു പുതിയ മാർഗമായി നിർദ്ദേശിച്ച അലക്സാണ്ടർ ആസ്ട്രക്കിൻ്റെ പ്രകടന പത്രികയിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം. കാഹിയേഴ്സ് ഡു സിനിമ എന്ന ചലച്ചിത്ര മാസികയിലൂടെയാണ് പലരും രംഗത്ത് വന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാഹിയേഴ്സ് ഡു സിനിമ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര മാസികയിൽ പ്രവർത്തിച്ച് അതിൽ വിമർശന ലേഖനങ്ങൾ എഴുതിയ പലരുമാണ് ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് അറിയപ്പെടുന്ന ഒരു സംഘത്തിൻ്റെ വർദ്ധിച്ചത്. ഇതിൽ പ്രമുഖരായി വരുന്നത് ഗോദാർദും ട്രൂഫോയുമാണ്. ഗോദാർദിൻ്റെ പ്രശസ്തമായ ചലച്ചിത്രം ബ്രെത്ത്ലെസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ട്രൂഫോയുടെ പ്രശസ്തമായ ചലച്ചിത്രം ദി 400 ബ്ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത റിയലിസത്തിനും ആത്മനിഷ്ഠയ്ക്കും പ്രാധാന്യം നൽകി. ട്രൂഫോ സാഹിത്യകൃതികളെ സിനിമയാക്കുന്നതിനെ നിരന്തരം എതിർത്തിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സിനിമയിൽ ഡോക്യുമെൻ്ററി ശൈലി അവതരിപ്പിച്ചു. അതുപോലെ നഗരജീവിതത്തിൻ്റെയും യുവ സംസ്കാരത്തിൻ്റെയും സാരാംശം പകർത്തി യുവജന സദസ്സുമായി ഈ പ്രസ്ഥാനം പുതുമ സൃഷ്ടിച്ചു. 1958 മുതൽ 62 വരെ ജനപ്രിയമായിരുന്ന ഈ പ്രസ്ഥാനം പരമ്പരാഗത ആഖ്യാന ഘടനകൾക്കെതിരെ മത്സരിച്ചു. കുറഞ്ഞ ബജറ്റ്, ആധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. പഴഞ്ചൻ രീതികളെയും മാമൂൽ ബോധങ്ങളെയും വെല്ലുവിളിക്കുകയും കലാപരമായ ആവിഷ്കാരത്തിൻ്റെ അതിരുകൾ വിപുലമാക്കുകയും ചെയ്തു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രഞ്ച് വേവിൻ്റെ പ്രത്യേകത അവിടെ കലാപരമായ പ്രത്യേകത, സിനിമയിലെ കലാപരമായ പ്രത്യേകതകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി ബ്രെത്ത്ലെസ്സിൻ്റെ, അതായത് ഗോദാർദിൻ്റെ പ്രശസ്തമായ ചിത്രം ബ്രെത്ത്ലെസ്സിൻ്റെ ചില സവിശേഷതകൾ പറയാം. അതായത് അതിലെ കഥ തന്നെ അന്നത്തെ പുതുമയുള്ളൊരു കഥയാണ്. അന്നത്തെ സാഹചര്യത്തിൽ പുതുമയുള്ള ആഖ്യാനമായ കഥയായിരുന്നു. ഒരു പോലീസുകാരനെ വെടിവെച്ച് കൊന്ന ശേഷം ഒളിച്ചോടിയ മിഷേൽ എന്ന കുറ്റവാളി, ആ കുറ്റവാളിയുമായി പരിചയപ്പെടുന്ന പെട്രീഷ്യ എന്ന പെൺകുട്ടി, പെട്രീഷ്യ എന്ന പെൺകുട്ടിയും മിഷേലും തമ്മിലുള്ള ബന്ധം. അവസാനം ഈ പെട്രീഷ്യ എന്ന പെൺകുട്ടി തന്നെ മിഷേലിനെ ഒറ്റിക്കൊടുക്കുന്നു. എന്നിട്ട് തെരുവിൽ വെച്ച് പോലീസുകാർ തന്നെ മിഷേലിനെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പം അന്നത്തെ അവസ്ഥയിൽ വളരെ പുതുമയുള്ള കഥാസന്ദർഭമായിരുന്നു ബ്രെത്ത്ലെസ്സിൻ്റേത്. അതൊരു പ്രത്യേകതയാണ്. രണ്ടാമതായി പറയുകയാണെങ്കിൽ എഡിറ്റിങ്ങിൽ നമുക്ക് ജംപ് കട്ട് എന്നറിയപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യ അത് ആദ്യമായി പരീക്ഷിച്ചത് ബ്രെത്ത്ലെസ്സിനാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നൂതനമായ ആവിഷ്കരണ ശൈലി, അന്നുവരെ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന എഡിറ്റിങ്ങിലായാലും ആഖ്യാനത്തിലായാലും വ്യത്യസ്തമായൊരു ആവിഷ്കരണ ശൈലി അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലെ ഷോട്ടുകളുടെ പ്രത്യേകത അനുസരിച്ച് പ്രേക്ഷകനൂടെ പങ്കാളിത്തം കൊടുക്കുന്ന രീതിയിൽ പ്രേക്ഷകൻ്റെ ദൈക്ഷണികമായ അവസ്ഥയെ മുന്നോട്ട് കൊണ്ടുവന്ന രീതിയിലാണ് ആ പറഞ്ഞിരിക്കുന്ന ആഖ്യാന രീതി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പ്രത്യേകതകളും ഇന്ന് നമുക്കറിയാം, ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നാലും അന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ ഒരു പുതുമയുള്ള സങ്കല്പങ്ങളുമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഫ്രഞ്ച് വേവിൻ്റെ ന്യൂ വേവിൻ്റെ അനുരണനങ്ങൾ, അതായത് നവതരംഗത്തിൻ്റെ അനുരണനങ്ങൾ മറ്റ് ഭാഷകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കൂടെ പറയാം. അതായത് UK-യിലെ കിച്ചൺ സിങ്ക് റിയലിസ പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം ഇതിൻ്റെ ഒരു മാതൃകയിൽ വന്നതാണ്. അതുപോലെ US-ലെ ന്യൂ സിൻസിയാരിറ്റി മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നൊരു പ്രസ്ഥാനം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. അതുപോലെ ജർമ്മൻ ഭാഷയിലും ചില പ്രശസ്തരായ സംവിധായകരുണ്ട്. അത് ഫ്രഞ്ച് ന്യൂ വേവിൽ നിന്ന് ആകർഷകരായി സിനിമ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അഗ്നസ് വെർദെ, ആന്ദ്രേ ബസീൻ, വെർണർ ഹെർസോഗ്, വിം വെൻഡേഴ്സ് പോലുള്ളവർ ഈ ഫ്രഞ്ച് ന്യൂ വേവിലും ഉൾപ്പെട്ട് വരുന്നവരാണ്.